സാർ ഞാൻ ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ ഒരു കോഴ്സിന്റെ എൻക്വയറിക്ക് വേണ്ടി വന്നായിരുന്നു. ശരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കമ്പനീസല്ലേ ഉള്ളൂ. ടൂ വീലറിലാണെന്നുണ്ടെങ്കിലും ഫോർ വീലറിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്ലേസ്മെന്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ജോലി സാധ്യത ഉള്ള ഒരു ഫീൽഡ് ആണോ ശരിക്കും ഇത്? ഇത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. നമുക്കിപ്പോൾ ഒരു മഹീന്ദ്ര, ടാറ്റ അല്ലെങ്കിൽ BYD ഇങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഫേമുകൾക്ക് മാത്രമല്ല നമുക്ക് വേക്കൻസീസ് ഉള്ളത്. അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വേറെ ഒത്തിരി കമ്പനീസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കമ്പനീസും അവരുടെ ഏതൊക്കെ പ്രൊഡക്റ്റുകളാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇതൊരു സിസ്റ്റം ലോ സ്പീഡ് വെഹിക്കിൾ ബാറ്ററി കാറ്റലോഗ് ആണ്. അപ്പൊ ബാറ്ററിയുടെ വർക്കുകൾ ചെയ്യുന്ന, ബാറ്ററി മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഇത് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് മാക്സ്വെൽ എന്ന് പറഞ്ഞ കമ്പനി ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം BMSന്റെ ഇതാണ്. അപ്പൊ ബാറ്ററിയുടെ തന്നെ കുറെ അധികം കമ്പനീസ് ഉണ്ട്. ഇപ്പൊ ഇത് ഒരു ഇലക്ട്രിക് ഡ്രൈവ് സിസ്റ്റം ആണ്. ഇപ്പൊ നമുക്ക് ഇലക്ട്രിക് മോട്ടർ, അതിന്റെ ഗിയർ സിസ്റ്റം, അതിന്റെ ടയറിലേക്ക് കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റും, അപ്പൊ അതിന്റെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ബാറ്ററിയുടെ കേസ് പറഞ്ഞപ്പോൾ ബാറ്ററിയുടെ തെർമൽ ഇൻസുലേഷൻ സിസ്റ്റം, ഇവിടെ ഈ കാണുന്ന ഒരു പെട്രോൾ ഡീസൽ ഓട്ടോയാണ്. അപ്പൊ അതിനെ നമുക്ക് ഇലക്ട്രിക് ഓട്ടോയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന RA സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇതിപ്പോ തമിഴ്നാട്ടിൽ ഇങ്ങനെ കൺവേർഷന് അപ്രൂവൽ ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ വെഹിക്കിൾസ് ഉണ്ട്. ഇനി ഈ കാണുന്നത് ടാറ്റ 407 LPT അല്ലെങ്കിൽ അങ്ങനത്തെ വെഹിക്കിൾസിനെ ഇലക്ട്രിക് വെഹിക്കിൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പൊ കാറുകൾ കൺവേർട്ട് ചെയ്യുന്ന കമ്പനികളുണ്ട്, അതുപോലെ തന്നെ ഇതുപോലത്തെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയുണ്ട്. അത് പല സ്റ്റേറ്റുകളിലും അവിടുത്തെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവൽ അനുസരിച്ചിട്ടാണ് ഈ കൺവേർട്ട് ചെയ്യുന്ന വണ്ടികൾ ഉപയോഗിക്കുന്നതും അതിനുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പൊ നമുക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിൾ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വേറെ ഒത്തിരി കമ്പനീസിൽ നമുക്ക് ജോലി സാധ്യതകളാണുള്ളത്. ഇനി നമുക്ക് ഡിസൈനിൽ നോക്കി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സിമുലേഷൻ, മെറ്റ്ലാബ് സിമുലേഷൻ അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന കമ്പനികളുണ്ട്. അതുപോലെ ടെസ്റ്റിംഗ് ആൻഡ് അനാലിസിസ്, ഇപ്പോൾ ടോർക്ക് സെൻസിങ്, അതുപോലെ വൈബ്രേഷൻ ടെസ്റ്റിങ്ങുകൾ, അതുപോലെ തന്നെ ബാറ്ററി മോട്ടോർ പെർഫോമൻസ് ടെസ്റ്റിങ്ങുകൾ, അപ്പൊ അങ്ങനത്തെ ടെസ്റ്റിങ്ങുകൾ ചെയ്തു കൊടുക്കുന്ന നിരവധി കമ്പനികൾ EV സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിൾ കോഴ്സ് കഴിഞ്ഞാൽ ഈ ഒരു മേഖലകളിലെല്ലാം നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. നമുക്ക് ഡിസൈനിലുണ്ട്, മാനുഫാക്ചറിങ്ങിലുണ്ട്, സർവീസിങ്ങിലുണ്ട്. ഇനി മാനുഫാക്ചറിങ്ങിന്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് ബാറ്ററി സിസ്റ്റം, കൺട്രോളർ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സിമുലേഷൻ, ഡ്രൈവ് സിസ്റ്റംസ്, ഇലക്ട്രിക് ഡ്രൈവ് സിസ്റ്റംസുകൾ, അപ്പൊ ഇങ്ങനെ നിരവധി ആയിട്ടുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റ് ആണ് ഈ മഹീന്ദ്ര അല്ലെങ്കിൽ BYD പോലെയുള്ള വലിയ കമ്പനികൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അങ്ങനത്തെ കമ്പനികളിലേക്ക് ഇപ്പൊ ഈ കോഴ്സ് പഠിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ടെസ്ല, മഹീന്ദ്ര, BYD ഇങ്ങനെയുള്ള കമ്പനികളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പൊ ഇന്നത്തെ ന്യൂസിലേക്ക് ഉണ്ടായിരുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന ഇരട്ടിയായി കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച്. സോ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന വളരെ അധികമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും പ്രൊഫഷണൽസിന്റെ റിക്വയർമെന്റും വരുന്ന ഒരു മേഖലയാണ് EV സെക്ടർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ കോഴ്സുകൾ കൂടുതലും ഓൺലൈൻ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മളത് എൻക്വയറി ചെയ്തപ്പോഴും നമുക്ക് മനസ്സിലായി ആ ഒരു കോഴ്സ് വലിയൊരു എമൗണ്ട് ഒക്കെയാണ് അവർ പറയുന്നത്, 1.5 ലക്ഷം രൂപയ്ക്കാണ്. അപ്പൊ ആ ഒരു എമൗണ്ട് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ കമ്പനികളിലേക്ക് ജോലിക്ക് കയറാൻ പറ്റുന്ന അത്ര ഒരു ടെക്നിക്കൽ സ്കിൽ ഒരിക്കലും അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾ വരുന്നത് ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ വർക്ക്ഷോപ്പ് സഹിതം, വർക്ക്ഷോപ്പിൽ നമുക്ക് 2 വീലർ 4 വീലർ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ PCB ബോർഡ് അങ്ങനത്തെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ സർവീസിങ്ങുകൾ ചെയ്യാൻ സോൾഡറിങ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മളിവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ബൈ ഹാൻഡ് കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ട്രെയിനിങ് ആണ് MTTCയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് കേരളത്തിൽ വളരെ കുറച്ച് സ്ഥാപനങ്ങളിലാണ് ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ പ്രാക്ടിക്കൽ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് ചെയ്താലാണ് നമുക്ക് ജോബ് കിട്ടുള്ളൂ. അപ്പൊ ഈ കാണുന്ന ഏകദേശം 100-ൽ മേലെ കമ്പനികളിൽ നിന്ന് ഇപ്പൊ നമുക്ക് നിലവിൽ ടൈപ്പ് ഉണ്ട് ഇലക്ട്രിക്കൽ വെഹിക്കിൾ മേഖലയിലെ വിവിധ കമ്പനീസിൽ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്നുള്ളത്. കൂടുതൽ അറിയാൻ MTTCയെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.